Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിളിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വീക്കിൽ തന്നെ കുറേയധികം OSകൾ ആപ്പിൾ റിലീസ് ചെയ്തായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ iOS 17, watchOS 10, അതേപോലെ iPadOS 17, tvOS 17, HomePodOS 17 എന്നീ പറഞ്ഞ കുറേയധികം OSകൾ ആപ്പിൾ റിലീസ് ചെയ്തു. ഇതിൽ iOS 17-ൻ്റെയും iPadOS 7-ൻ്റെയും watchOS 10-ൻ്റെയൊക്കെ ഒഫീഷ്യൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആപ്പിൾ പുതിയൊരു അപ്ഡേഷൻ കൂടെ റിലീസ് ചെയ്തു. അതും ഒഫീഷ്യൽ റിലീസ് തന്നെ iOS 17.0.1-ഉം iPadOS 17.0.1-ഉം watchOS 10.0.1 അതേപോലെ iOS 16.7 എന്നീ പറഞ്ഞ എല്ലാ അപ്ഡേഷൻസും ഒഫീഷ്യലി റിലീസ് ചെയ്തു. iPhone 15 സീരീസിന് മാത്രമായിട്ട് ആപ്പിൾ iOS 17.0.2 എന്ന് പറഞ്ഞ പേരിൽ ഒരു പുതിയ അപ്ഡേഷനും റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയധികം ജാം പാക്ഡ് ആയിട്ട് ഒരു എന്താ പറയുക അപ്ഡേറ്റുകളുടെ മേളയുടെ ഒരു വീക്കായിരുന്നു കഴിഞ്ഞൊരു വീക്ക് എന്ന് പറയുന്നത്. സോ ഈ കഴിഞ്ഞ എല്ലാ അപ്ഡേഷൻസിൻ്റെയും മേജർ അപ്ഡേഷൻസിൻ്റെയും ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ iPhone 15 സീരീസിൽ USB-C ആയതുകൊണ്ട് തന്നെ ആപ്പിൾ ഒരു പുതിയ ഡോംഗ്ലർ അല്ലെങ്കിൽ പുതിയൊരു അഡാപ്റ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ USB-Cയിൽ നിന്നും ലൈറ്റ്നിങ്ങിലേക്ക് മാറുന്ന ഒരു പുതിയ അഡാപ്റ്റർ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2900 രൂപയാണ് ആപ്പിളിൻ്റെ സൈറ്റിൽ ഇതിൻ്റെ ഒറിജിനൽ MRP വരുന്നത്. ആൻഡ് നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്പിൾ ഫാൻ ബോയ്സിനും അല്ലെങ്കിൽ എല്ലാ ആപ്പിൾ ഫാൻസിനും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അഭിമാനം കൊള്ളുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്ന ഒരു ന്യൂസാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ ഹിസ്റ്ററി ചേഞ്ച് ചെയ്ത ഒരു ഡിവൈസാണ് iPhone X എന്ന് പറയുന്നത് അല്ലെങ്കിൽ iPhone 10 എന്ന് പറയുന്നത്. ഫുൾ ഡിസ്പ്ലേ, ഫേസ് ID എന്നീ പറഞ്ഞ റെവല്യൂഷണറി എല്ലാ മാറ്റങ്ങളും നമ്മുടെ ജോണി ഐവൊക്കെ കൊണ്ടുവന്ന ഒരു റെവല്യൂഷണറി പ്രോഡക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ iPhone 10 എന്ന് പറയുന്നത്. iPhone 10-ന് ഒരു വലിയ ക്രൗഡ് തന്നെ വാങ്ങിക്കാനായിട്ട് നിന്നു. അതേ സെയിം ചിലപ്പോൾ അതിന് മേലെ ഒരു ക്രൗഡ് വെയിറ്റ് ചെയ്ത് ഒരു ഡിവൈസിന് വേണ്ടി ക്യൂ നിന്ന് തുറക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു കാഴ്ച ദുബായ് മാളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ 15 ലോഞ്ചിന് കാണാൻ പറ്റും. അത്രമാത്രം തിരക്കായിരുന്നു 15 ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയുണ്ടായ ആ ഒരു വ്യഗ്രത എന്ന് പറയുന്നത്. ഈ ഒരു 15 ലോഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴാണ് ന്യൂയോർക്കിലെ നമ്മുടെ ടിം അണ്ണൻ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ 15 ലോഞ്ച് നടത്തിയ സമയത്ത് നമ്മുടെ ടിം അണ്ണനും വേറൊരു പുള്ളിക്കാരൻ കൂടെയാണ് ആപ്പിൾ സ്റ്റോറിൻ്റെ ഡോർ തുറക്കുന്നത്. ആ ഡോർ തുറക്കണ ആ ഒരു സെറിമണിയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കണമെന്ന് പറയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ പറഞ്ഞ ടിം അണ്ണൻ ഡോർ തുറന്നപ്പോൾ ഡോർ തുറക്കാൻ പറ്റിയില്ല. കാരണം ആ ഡോർ ലോക്ക്ഡ് ആയിരുന്നു. ഇപ്പുറത്തുണ്ടായ പുള്ളിക്കാരൻ ഡോർ നൈസായിട്ട് നമ്മുടെ ടിം അണ്ണൻ മുഞ്ചിപ്പോയി. പക്ഷെ അപ്പം തന്നെ പുള്ളിക്കാരൻ താഴത്ത് പോയി ലോക്കൊക്കെ അൺലോക്ക് ചെയ്ത് ഡോർ തുറന്നു. അങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ന്യൂയോർക്കിൽ iPhone 15 ലോഞ്ച് നടത്തിയപ്പോൾ നടന്നായിരുന്നു. നമ്മുടെ 15 ലോഞ്ചിന് ശേഷം ഇപ്പോൾ സാംസങ്ങിനെ വെച്ച് കുറേയധികം ട്രോളുകൾ വരുന്നുണ്ട്. എസ്പെഷ്യലി ആപ്പിളിൻ്റെ ആ ഒരു ഷോറൂമിൻ്റെ ക്രൗഡും അതേപോലെ സാംസങ്ങിൽ ഒരു ഈച്ച പോലില്ലാത്ത കുറേയധികം ഫോട്ടോസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഏത് ഡിവൈസ് ആണെങ്കിലും ആ ഒരു പീക്ക് സീസണനുസരിച്ച് നമുക്ക് ആ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ ആപ്പിളിന് എപ്പോഴും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ളതാണ്. കാരണം അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ആ ഒരു യൂസർ എന്താ പറയുക ക്വാളിറ്റി ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ആപ്പിൾ ഡിവൈസിനുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ യൂസർ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ 15 സീരീസിൽ പ്രോ സീരീസിൽ കുറേയധികം ഡിഫക്റ്റീവ് പീസുകൾ ഉണ്ടെന്നാണ് യൂസേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് പറയുന്നത്. കറക്റ്റായിട്ട് കളേഴ്സ് വരുന്നില്ല, നമ്മുടെ സ്ക്രീനിൻ്റെ എഡ്ജസ് കറക്റ്റായിട്ട് വന്നിട്ടില്ല, പെയിൻറ്റ് കുറേയൊക്കെ മോശമാണ്, അങ്ങനെ കുറേ അധികം കംപ്ലയിൻറ്റ്സ് 15 Pro എടുത്ത് ബോക്സിൽ നിന്ന് പീൽ ചെയ്യുന്നവർക്ക് തന്നെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ 15 Proയും 15ഒക്കെ ലോഞ്ച് ആയിട്ടുള്ളൂ. ആ ഒരു സമയം തന്നെ കുറേയധികം ഡിഫക്റ്റീവ് പീസ് ഉണ്ടെന്ന് കുറേയധികം കസ്റ്റമേഴ്സ് നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ജെറി അണ്ണൻ ഈ പറഞ്ഞ iPhone ബ്രേക്ക് ചെയ്യാൻ നോക്കി, ഐഫോണിൻ്റെ ആ ഒരു ബോഡി ബ്രേക്ക് ആയില്ല. കുറേ പേര് പറയുന്നത് iPhone അത്ര ഡ്യൂറബിലിറ്റി ഉള്ളൂ, ടൈറ്റാനിയം ആക്കിയിട്ട് ബോഡി ബ്രേക്ക് ആയല്ലോ.
ബോഡി അല്ല ബ്രേക്ക് ആയത്, ബാക്കിലെ ഗ്ലാസ് ആണ് ബ്രേക്ക് ആയത്. ശ്രദ്ധിക്കണം, ഗ്ലാസ് മാത്രമേ ബ്രേക്ക് ആയിട്ടുള്ളൂ, വേറെ ഒരു കാര്യവും പൊട്ടിയിട്ടില്ല. അങ്ങനെ കാര്യം കരുതരുത്. ബാക്കിലുണ്ടാകുന്ന ഗ്ലാസ്, ഇപ്പം എല്ലാ ഡിവൈസിൻ്റെയും ബാക്കിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും, അത് മാത്രമാണ് ഷാറ്റർ ചെയ്തേക്കുന്നത്. പക്ഷെ വേറൊരു ഡാമേജും ബോഡിക്കും ഡിസ്പ്ലേനും വന്നുള്ള പുള്ളിക്ക് തീയൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡിസ്പ്ലേയുടെ സർക്യൂട്ടൊക്കെ ഒരുവിധം നശിപ്പിച്ചെടുത്തേക്കുന്നത്. ഇത്ര നാൾ നമ്മുടെ കയ്യിലുണ്ടായ ഐഫോണെ പോലല്ല പുതിയ ഐഫോൺ 15 സീരീസിലെ ആപ്പിള് ബാറ്ററിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന. അറിയാം, ബാറ്ററിക്കായിട്ട് അത്യാവശ്യം നല്ല മാറ്റങ്ങൾ 15 സീരീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ 15 സീരീസിൽ മാത്രം ഇനി മുതൽ നമുക്ക് ബാറ്ററി സൈക്കിൾ അറിയാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു OS വഴി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി അപ്ഡേഷൻ വഴി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എല്ലാ ഡിവൈസിനും ആ ഒരു ബാറ്ററി സൈക്കിൾ എത്ര ആയെന്ന് അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവരാം. പക്ഷേ അത് ഒബ്സസ് ആവരുത്, കാരണം എല്ലാ കൂട്ടുകാരും ഈ പറഞ്ഞ ബാറ്ററിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററി സൈക്കിൾ വന്നാലും അയ്യോ 10 സൈക്കിളായി, അയ്യോ 15 സൈക്കിളായി എന്നീ പറഞ്ഞ് നോക്കണ്ട. പക്ഷെ അങ്ങനത്തെ ഒരു ഫീച്ചർ 15 സീരീസിന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. S23 അൾട്രയും 15 Pro Maxുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ എന്നെ നോക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇംപ്രസ്ഡ് ആയത് അതിൻ്റെ പെർഫോമൻസിൻ്റെയും പവറിൻ്റെ കാര്യത്തിലാണ്. ഡ്രാസ്റ്റിക് ആയ ചേഞ്ചാണ് ഈ പറഞ്ഞ A17 Pro 15 Pro സീരീസിൽ തരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ച്, അതായത് നല്ല രീതിയിലുള്ള ഹൈക്ക് ഈ പറഞ്ഞ പ്രോസസ്സിങ്ങിൽ ഇപ്പോഴും ആപ്പിൾ മുമ്പിലാണ്. എങ്ങനെയോ പക്ഷേ ആപ്പിളിനെ ഇപ്പോഴും പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലും ചിപ്സെറ്റിൻ്റെ കാര്യത്തിലും ഒരു എനിക്കും തുറക്കാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ പുതിയ ഇൻഫോർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലിനെ കൂടെ എനേബിൾ ചെയ്യുന്നതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin, Xavier signing from Evika.